പ്രിയമുള്ളവരെ, കേന്ദ്ര അന്വേഷണ ഏജൻസിയായ NIA പുറത്തുവിട്ട കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 2022 മെയ് 24 ആലപ്പുഴയിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളായ SDPI, PFI എന്നീ സംഘടനകൾ അവരുടെ ശക്തി പ്രകടനം നടത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു റാലിയിൽ 8 വയസ്സുള്ള ഒരു കുട്ടിയെ തോളത്തിരുത്തിക്കൊണ്ട് അവർ വിളിപ്പിച്ച മുദ്രാവാക്യം, പ്രകോപനപരമായ മുദ്രാവാക്യം കേരളീയർ ഇന്നും മറന്നിട്ടുണ്ടാവില്ല. നിങ്ങളൊക്കെ ആ മുദ്രാവാക്യം ഒന്നോർത്ത് നോക്കണം. വരുന്നുണ്ടടാ വരുന്നുണ്ടടാ, നിൻ്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്നാണ് വിളിച്ചത്. വരുന്നുണ്ടടാ വരുന്നുണ്ടടാ, അരിയും മലരും കരുതി വെച്ചോളൂ, നിൻ്റെയൊക്കെ കാലന്മാർ വരുന്നുവെന്ന് ആവർത്തിച്ച് ആ കുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ട് കേരളീയ ജനത ഞെട്ടിത്തരിച്ചു പോയി. തുടർന്ന് ആ കുട്ടി കൊണ്ട് മുദ്രാവാക്യം വിളിച്ച കുട്ടിക്ക് അച്ഛനെതിരെയും സംഘടനയിലെ ചിലർക്കെതിരെയും കേസുകളെടുത്ത് നമ്മുടെ പോലീസ് ഇഴഞ്ഞിഴഞ്ഞ് അന്വേഷണം നീങ്ങിയപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ആ കേസ് ഏറ്റെടുക്കുന്നത്. NIA ഏറ്റെടുത്ത കേസിൻ്റെ അന്വേഷണം, അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് 2023 മാർച്ച് 5 കേന്ദ്ര ഗവൺമെൻറ് ഈ സംഘടനകളെ 5 വർഷത്തേക്ക് SDPI, PFI എന്നീ സംഘടനകളെ 5 വർഷത്തേക്ക് നിരോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോരും അറിയാതെ, ഒരു കിളി പോലും അറിയാതെ കേരള പോലീസിനെ അറിയിച്ചുകൊണ്ട് NIA ഒരു രാത്രി നടത്തിയ ഈ അറസ്റ്റ്, സകല നേതാക്കളെയും ആ സംഘടന, NIA എന്ന സംഘടന ഒരു രാത്രി കൊണ്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനെതിരെ PFI സംഘടന, പോപ്പുലർ ഫ്രണ്ടും SDPIയും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും NIA പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. സകല നേതാക്കളെയും അവർ പൊക്കിക്കൊണ്ടുപോയി. അതിനുശേഷം ഇന്ന് വരെ ഒരു മനുഷ്യന് പോലും ജാമ്യം ലഭിച്ചിട്ടില്ല. എല്ലാവരും ജയിലിലാണ്. അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഉത്തരവിറക്കിയിട്ട്, കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ട് നമ്മുടെ സർക്കാർ നടപ്പാക്കിയ നയം എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടതാണ്, എല്ലാവരും അത് അറിഞ്ഞതാണ്. ഇഴഞ്ഞ് ഒരു തണുപ്പൻ നയത്തിലൂടെ ആ സ്വത്തുക്കളൊക്കെ മറ്റുള്ളവരുടെ പേരിലേക്കും ചാരിറ്റി സംഘടനകളിലുമൊക്കെ മാറ്റുന്നതിനുള്ള സകലവിധ അവസരങ്ങളും കൊടുത്തുകൊണ്ട് നമ്മുടെ സർക്കാർ ഇഴഞ്ഞു നീങ്ങിയെങ്കിലും NIA അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയി. ഈയിടെ ഇന്നലെയോ മെനഞ്ഞാന്നോ, അതെന്നാണെന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, 2 ദിവസം മുമ്പ് കോടതിയിൽ NIA ഹാജരാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് SDPI, PFI സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട് സംഘടനകൾ 950 പേരെ വധിക്കാൻ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടിരുന്നു. അതായത് ഒരു ജില്ലാ ജഡ്ജി ഉൾപ്പെടെയാണ് ഈ 950 പേരുടെ ലിസ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അന്ന് 2023 അവരെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് 950 പേര് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നില്ല. കൊന്നൊടുക്കുമായിരുന്നു ഈ സംഘടനകൾ. അതാണ് ഈ തീവ്രവാദി സംഘടനകളുടെ സ്വഭാവം. എന്തിനാണ് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ? അവർക്കിവിടെ മുസ്ലിം രാഷ്ട്രം സൃഷ്ടിച്ചേ മതിയാവൂ. ഇന്ത്യ എന്ന രാജ്യത്തെ മുസ്ലിം രാഷ്ട്രമാക്കുകയാണ് ലോകത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവരിവിടെ SDPI, PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ തീവ്രവാദം എത്ര പേർക്കുണ്ട്? നമ്മുടെ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും അങ്ങനെ ഒരു തീവ്രവാദികളല്ല വരാരും. 90% മുസ്ലിങ്ങളും സാധാരണ ജനങ്ങളും മതേതരവാദികളും മതനിരപേക്ഷതവാദികളും സാധാരണക്കാരും മതേതരത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. പക്ഷേ ഒരു 10% വരുന്ന ഈ സംഘടനയിലെ അംഗങ്ങളും പ്രവർത്തകരും ഇവിടെ രാജ്യം നശിപ്പിക്കുന്നതിന് വേണ്ടി, രാജ്യം ഇസ്ലാമീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് ഈ സംഘടനകൾ ഇവിടെ, അതായത് നമുക്കറിയാം RSSകാർക്ക് ഹിന്ദു രാഷ്ട്രം വേണം, മുസ്ലിം തീവ്രവാദികൾക്ക്
മുസ്ലിം രാഷ്ട്രവും വേണം. ഇതിനിടയിൽ നമ്മൾ മനുഷ്യരെവിടെ ജീവിക്കണം? മനുഷ്യർക്ക് വേണ്ടി ഒരു ഇന്ത്യയില്ലേ? മനുഷ്യർക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യയെ ഭരണഘടനാപരമായി വ്യവസ്ഥാപിതമായി അടിസ്ഥാനപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടിയുള്ള മതേതര ഇന്ത്യയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിത്തീരുമെന്ന് നാം നിശ്ചയമായും ആലോചിക്കണം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2-3-4 ദിവസം മുമ്പ് അങ്ങ് കണ്ണൂർ പിണറായിയിലുണ്ടായ ഒരു സംഭവം നമുക്കറിയാം. സദാചാര ഗുണ്ടായിസം. അതായത് ഒരു റസീന എന്ന ഒരു സ്ത്രീ, 40 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു പുരുഷനുമായി, അതായത് അവരുടെ സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 സദാചാര ഗുണ്ടകൾ, അതായത് ഈ PFൻ്റെ SDP പ്രവർത്തകരായ 3 സദാചാര ഗുണ്ടകൾ വന്ന് അവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ബന്ധുക്കളെ അറിയിച്ച്, പാർട്ടിയെ അറിയിച്ച്, നാടറിയിച്ച് അവരെ മാനം കെടുത്തിയതിന് 3 പേരുടെ പേരെഴുതി വെച്ചിട്ടാണ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തത്. സദാചാര ഗുണ്ടായിസം. അതായത് ഇവിടെ നമുക്കറിയാവുന്നതാണ്, എല്ലാ മതങ്ങളിലും സ്ത്രീകൾ ഇവിടെ ജീവിക്കുന്നത് ഏത് തരത്തിൽ നോക്കിയാലും ആണധികാരത്തിന് കീഴിൽ അടിമകളായി ജീവിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇന്നും ഈ കേരളത്തിൽ, സാക്ഷര കേരളത്തിൽ നിലനിൽക്കുന്നത്. അത്തരമൊരവസ്ഥയിൽ ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായി ഒരു പുരുഷനോട് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യം അനുവദിക്കാത്ത ഈ മതസംഘടനകളാണ് ഒരു രാഷ്ട്ര നിർമ്മാണം നടത്താൻ പോകുന്നത്. താലിബാൻ പോലെ, പാകിസ്ഥാൻ പോലെ മനുഷ്യനെ അടിമകളാക്കി ഭരിക്കുന്ന ഈ രാഷ്ട്രം, അങ്ങനെ ഒരു രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സദാചാര ഗുണ്ടായിസത്തിൽപ്പെട്ട് എത്രയെത്ര സ്ത്രീകളുടെ ജീവിതം, എത്രയെത്ര കുട്ടികളുടെ ജീവിതമാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയേ മതിയാവൂ. ആ റസീന എന്ന പെൺകുട്ടി, 40 വയസ്സുള്ള ആ സ്ത്രീ ആത്മഹത്യ ചെയ്തതിന് ശേഷം ആ പ്രതികളെ ഇവിടുന്ന് വിദേശത്തേക്ക് നാട് കടത്തുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാരിൻ്റെ ഒത്താശയോടെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് മതന്യൂനപക്ഷങ്ങളുടെ ഇത്തരം സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രഹസ്യമായ ഒരു അജണ്ട തന്നെയുണ്ട്. അവർക്കറിയാം, സോഷ്യലിസത്തിന് വേണ്ടി വന്ന് വാദിച്ച് സോഷ്യലിസം നടപ്പാക്കാൻ വന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ സോഷ്യലിസം നടപ്പാക്കാനാവില്ല എന്ന തീർച്ചയായ ബോധ്യം അവർക്കുണ്ട്. എന്നാൽ അധികാരം നിലനിർത്തി ഈ ജനങ്ങളെ അടിമകളാക്കി ഭരിച്ച് തട്ടിപ്പുകളും വെട്ടിപ്പുകളും അഴിമതികളും കൊണ്ട് ഈ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ തീവ്രവാദി സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് നമ്മുടെ സർക്കാർ ഇവിടെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരവസ്ഥയിൽ നമുക്ക് യാതൊരു കാരണവശാലും സാധാരണ മനുഷ്യന്, മതേതരവാദികളായ മനുഷ്യന്, മതനിരപേക്ഷതാവാദികളായ മനുഷ്യർക്ക്, അതായത് കേരളത്തിലെ 85-90% വരുന്ന മനുഷ്യരും ഇവിടെ സ്വസ്ഥമായ ജീവിതം അസ്ഥാനത്തായിത്തീരുന്ന ഒരു കാലമാണ് നമുക്ക് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മതേതരത്വവും മതനിരപേക്ഷതയും ജനങ്ങളുടെ ഐക്യവും സ്നേഹവും ഐക്യദാർഢ്യവും ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മതേതരവാദികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരം സംഘടനകളെയും അവരുടെ പ്രവർത്തനങ്ങളെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണമെന്ന് നിങ്ങളുടെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.